റാന്തലിലേക്ക് സ്വാഗതം. രാജാവായ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേഷ്ടാവായതുകൊണ്ട് തന്നെ എതിരാളികളെ കീഴടക്കാൻ രാജാവിനെയും രാജ്യത്തെയും പ്രാപ്തമാക്കുക എന്നതായിരുന്നു ചാണക്യ ചിന്തകളുടെ അടിസ്ഥാന ആവശ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് ധാർമ്മികതയ്ക്കല്ല, മറിച്ച് വിജയത്തിനായിരുന്നു. അതിനാൽ തന്നെ ചാണക്യ തന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടാവുക സ്വാഭാവികം. പക്ഷേ വ്യക്തികൾ തമ്മിലുള്ള മത്സരം മുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രത്തിൽ വരെ ഇന്നും ഏറ്റവും പ്രായോഗികമായി ഉപയോഗിക്കപ്പെടുന്നത് ചാണക്യതന്ത്രങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരമൊരു കൗശലം നിറഞ്ഞ തന്ത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ചാണക്യൻ പറയുന്നു, ശത്രു നമ്മളെക്കാൾ അതീവ ബലവാനാണെന്ന് ബോധ്യം വന്നാൽ മടിക്കേണ്ടതില്ല ശത്രുവിനോട് കരുണയാചിക്കുക. എന്നാൽ ശത്രു നിസ്സാരനാണെങ്കിൽ പോലും ദുഷ്ടമനസ്സാണെങ്കിൽ ഭാവിയിലേക്കുള്ള ഭീഷണി സാധ്യത കണക്കിലെടുത്ത് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ നേരിടണം. ശത്രു തനിക്ക് തുല്യനാണെങ്കിൽ യുക്തിപൂർവം ആലോചിച്ച് ഇരുമാർഗങ്ങളും സ്വീകരിക്കാം. ഈ വചനത്തിലൂടെ വ്യക്തമാവുന്ന ഒന്നുണ്ട്: വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തിത്വത്തിന്റെ പേരിലുള്ള അഭിമാനമല്ല, ഏതു വിധേനയും വിജയം നേടാനുള്ള കുശാഗ്രബുദ്ധിയാണ്. മറ്റൊരു ചാണക്യവചനം നോക്കാം. അന്യരുടെ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഏഷണിക്കാർ ചിതൽപ്പറ്റിനകത്ത് പെട്ടുപോയ പാമ്പിനെ പോലെ സ്വയം നശിച്ചു പോകുമെങ്കിലും ഇവരുമായി ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ കരുതിയിരിക്കണം. കാരണം അവരുടെ അനിവാര്യമായ പതനത്തിന് മുമ്പേ നമ്മുടെ നാശം ഉറപ്പുവരുത്താൻ അവർക്ക് സാധിച്ചേക്കും എന്നതാണ്. ഈ വചനത്തിൽ ആശയം വളരെ വ്യക്തമാണ്. അതിനാൽ തന്നെ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റൊരു ചാണക്യവചനത്തിലേക്ക് കടക്കാം. ദുഷ്ടജനങ്ങളെയും നീച സ്വഭാവമുള്ള മനുഷ്യരെയും ഒഴിവാക്കാൻ രണ്ട് വഴികൾ ചാണക്യൻ നിർദ്ദേശിക്കുന്നു. ഒന്നുകിൽ അവരെ ചെരുപ്പ് കൊണ്ട് ചവിട്ടി അരയ്ക്കുക, അല്ലെങ്കിൽ സ്വയം വഴിമാറിപ്പോകുക, അതായത് പൂർണ്ണമായും അവരെ അവഗണിക്കുക. ഈ വചനത്തിൽ നമുക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ എന്ന് വ്യക്തമാണ്. ഒന്നുകിൽ ശത്രുവിനെ പരിപൂർണമായും നശിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ കണ്ണെത്താത്ത ദൂരത്തേക്ക് വഴിമാറിപ്പോകുക. ഇനി പറയാൻ പോകുന്നത് 7 ചാണക്യവചനങ്ങളാണ്. ഓർമ്മിക്കുക, ഇതൊരിക്കലും വ്യാഖ്യാനമോ വിശദീകരണമോ അല്ല. ചാണക്യവചനങ്ങളുടെ മലയാള വിവർത്തനങ്ങളാണ്. 1. ശത്രുവിന് ശക്തിയുള്ള അവന്റെ നല്ല കാലത്ത് അവനെ എതിർക്കാൻ പോകരുത്. അപ്പോൾ തക്കം പാർത്ത് കിടക്കുകയും അവൻ ദുർബലമാവുന്ന അനുകൂല അവസരത്തിൽ ശക്തമായി പ്രഹരിക്കുകയും ചെയ്യണമെന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്നു. 2. അന്യനാണെങ്കിലും നമുക്ക് ഹിതകരമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ ബന്ധുവാണ്. ആവശ്യത്തിന് ഉതകുന്നവൻ ആരാണോ അവനാണ് ബന്ധു. നേരെ മറിച്ചുള്ളവരെ ശത്രുവായി തന്നെ കണക്കാക്കാമെന്ന് ചാണക്യൻ പറയുന്നു. 3. ശത്രുവിനെ ഒരിക്കലും പൊതുസഭയിൽ ആക്ഷേപിക്കരുത്, പ്രകോപിപ്പിക്കരുത്. അതവന്റെ ക്രോധത്തെയും ശത്രുതയെയും 10 മടങ്ങ് വർദ്ധിപ്പിക്കും. ഒരുപക്ഷെ അത് നമ്മുടെ നാശത്തിന് കാരണമായേക്കാം. 4. ശത്രുവിൽ നിന്നായാലും സദ്ഗുണങ്ങൾ കണ്ടാൽ സ്വീകരിക്കണം. നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ ശത്രുമിത്ര ഭേദമില്ല. അത് നിങ്ങളെ കരുത്തരാക്കുകയാണ് ചെയ്യുക. 5. ദുഷ്ടനായ ഒരാൾക്ക് നമുക്ക് നേരെ കോപമുണ്ടാവുകയും ശത്രുത കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ മടിക്കേണ്ടതില്ല. അതേ തീഷ്ണതയോടെ അത്ര തന്നെ കോപാകുലനായി അവനെ നേരിടണം. ഇത്തരം സാഹചര്യത്തിൽ വിട്ടുവീഴ്ച മനോഭാവം നിങ്ങളെ പരാജിതനാക്കിയേക്കാം. 6. ശത്രുവിന്റെ മിത്രമായിരുന്നവൻ സൗഹൃദം കാംക്ഷിച്ചു വന്നാൽ അവനെ സ്വീകരിക്കുക, സംരക്ഷിക്കുക. കാരണം അവനിൽ നിന്നും ശത്രുവിന്റെ ശക്തി ദൗർബല്യങ്ങളും രഹസ്യങ്ങളും നമുക്ക് ചോർത്തിയെടുക്കാൻ സാധിച്ചേക്കും. 7. ശത്രു നമ്മുടെ പിടിയിൽ അമർന്നാലും അവനെ വിശ്വസിക്കരുത്. കീഴടങ്ങിയ ശത്രുവിനോട് നമുക്ക് കരുണ തോന്നിയേക്കാം. അങ്ങനെ അവനെ വിശ്വസ്ത സ്ഥാനങ്ങളിൽ നമ്മൾ അവരോധിച്ചേക്കാം. അത്തരം അവസരം നേടിയെടുത്ത് അനുകൂല സാഹചര്യത്തിൽ അവൻ പ്രഹരിക്കുമ്പോൾ നമുക്ക് ചെറിയ പ്രതിരോധമുയർത്താൻ പോലും സാധിച്ചെന്ന് വരില്ല. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും തുടരാം. താങ്ക് യു.